പെനാൽറ്റി ഷൂട്ടൗട്ട്, വോളിബോൾ, ബാഡ്മിന്റൺ എന്നിവ കളിച്ചൊരു പ്രതിഷേധം. കഴിവുള്ള ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്ത കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ 3 വർഷമായി വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെട്ട UG ഗ്രൗണ്ട് വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകണമെന്നും കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾക്ക് പാർക്കിംഗ് സൗകര്യം ഉറപ്പുവരുത്തണമെന്നും ലീഗൽ സ്റ്റഡീസിനെ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച ബിൽഡിംഗ് അവർക്കായി മാത്രം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിൻ്റെ വിദ്യാർത്ഥി പ്രതിനിധികൾ സെനറ്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അത് വൈസ് ചാൻസലർ ചർച്ചയ്ക്ക് പോലും പരിഗണിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുസാറ്റിലെ KSU പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗ്രൗണ്ടില്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റിനെതിരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ പെനാൽറ്റി ഷൂട്ടൗട്ട്, വോളിബോൾ, ബാഡ്മിന്റൺ എന്നിവ കളിച്ച് പ്രതിഷേധിച്ചത്. അനേകം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ക്ലാസുകളില്ലാത്ത സാഹചര്യത്തിൽ പുതുതായി നിർമ്മിച്ച ബിൽഡിങ്ങിലെ 2 നിലകൾ മാത്രമാണ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. ലീഗൽ സ്റ്റഡീസിന് അനുവദിച്ച ബിൽഡിങ്ങിലെ 3 നിലകൾ ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി വിട്ടുകൊടുക്കണമെന്നാവശ്യവും വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. നിലവിൽ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം നിലവിലില്ല. പാർക്കിംഗ് ഇല്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ പലതവണയായി കളവ് പോവുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുസാറ്റിലെ KSU പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചത്. കുസാറ്റ് KSU യൂണിറ്റ് പ്രസിഡന്റ് നവീൻ മാത്യു, KSU ജില്ലാ കമ്മിറ്റി അംഗവും സെനറ്റ് അംഗവുമായ കുര്യൻ ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജെയിൻ പൊട്ടൈക്കൻ, ജിഷ്ണു രാഘവ്, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കൺവീനറായ ആഷിഖ്, കുസാറ്റ് യൂണിറ്റ് സെക്രട്ടറി തോഹ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിൻ്റെ ഫലമായി വരുന്ന യോഗത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് അധികാരികൾ വാക്ക് നൽകിയിട്ടുണ്ടെന്നും ഇനിയും ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് KSU കുസാറ്റിൻ്റെ തീരുമാനമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.